യെസ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ESICയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് 2019 നടന്നത്. ഇനി അങ്ങോട്ട് ESICയുടെ എക്സാം 7-ാം തീയതിയാണ്. അപ്പോൾ അതുവരെ യൂട്യൂബ് ചാനലിലും വീഡിയോസ് ഇടുന്നതായിരിക്കും. നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്തവർ നേഴ്സ് ക്യൂൻ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിൽ നിന്നും ഡെയിലി ലൈവ് ക്ലാസ് ഉള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ RRB എയിംസിന്റെ ക്ലാസ്സുകൾ ഇന്ന് ജൂലൈ 2-ാം തീയതി എയിംസ് DSSB ഇത് മൂന്നിന്റെ ക്ലാസ്സുകൾ ഇന്ന് ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. 6:15 ഇന്ന് ലൈവ് ഉണ്ട്, RRB എയിംസിനും ലൈവ് ഉണ്ട്. അതിനുശേഷം 7-ാം തീയതിക്ക് ശേഷമായിരിക്കും, ജൂലൈ 7-ന് ശേഷമായിരിക്കും റെഗുലർ ലൈവ് ഉള്ളത്. അപ്പോൾ ഇന്ന് ജൂലൈ 2-ാം തീയതി RRB എയിംസിന്റെ ഫസ്റ്റ് ലൈവ് ഉണ്ട്. അതിനുശേഷം റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ലൈവ് കിട്ടുന്നത് ESIC എക്സാമിന് ശേഷം ജൂലൈ 7-ാം തീയതി 8-ാം തീയതിക്ക് ശേഷമായിരിക്കും ഡെയിലി ലൈവ് ഉള്ളത്. അപ്പൊ അതിനകത്തുള്ള ഓൾറെഡി ഇപ്പോൾ ഉള്ള കണ്ടന്റിലുള്ള മെഡിക്കൽ സർജിക്കൽ, ഫണ്ടമെന്റൽ, മിഡ്വൈഫറി, കമ്മ്യൂണിറ്റി തുടങ്ങിയ വിഷയങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കണം. RRB എയിംസ് ഉള്ളവർ തീർച്ചയായിട്ടും അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. PSIC എക്സാം എഴുതുന്നവര് RRB എക്സാമിനും അല്ലെങ്കിൽ എയിംസ് എക്സാമിനും അപേക്ഷിച്ചവര് ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ IAS IPS ഒക്കെ എക്സാം എഴുതിയവര് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ഓഫീസർ എക്സാം എഴുതിയവര് എല്ലാവരും കൺസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നവരാണ്. ഇപ്പൊ ഇടയ്ക്കൊന്ന് പഠിത്തം നിർത്തി, ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ 1 മണിക്കൂറെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ദിവസം ആ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 2019 നടന്ന ക്വസ്റ്റ്യൻ ആണ്. 4:30 തൊട്ട് 6:30 വരെയാണ്. ഇന്നും ഇപ്രാവശ്യവും ഈ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം അല്ലേ. അപ്പൊ അതിന്റെ ഒക്കെ ഹോൾ ടിക്കറ്റ് ഒക്കെ കീപ്പ് ചെയ്യുക. എക്സാമിന് മുന്നേ തന്നെ കറക്റ്റ് ആയിട്ട് സ്ഥലങ്ങളിൽ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ആൻസർ അതേപോലെ കൊടുത്തിട്ടുണ്ട്. സോ കൺജനിറ്റൽ ഡയബറ്റീസ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ കൺജനിറ്റൽ ഡയബറ്റീസ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്താന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് അല്ലേ. അപ്പൊ അത് റിസ്ക് ഇല്ലാത്ത ഏതെന്നാണ്? സ്മോൾ 4 ഡേറ്റ് ബേബീസ് ആണ്. ഓക്കെ. മാക്രോസോമിയ ബിഗ് ബേബി, അതായത് 4.5 കിലോ വരെയുള്ള മോർ ദാൻ 4 kg ബേബിയാണ് മാക്രോസോമിക് ബേബീസ് എന്നറിയപ്പെടുന്നത്. സ്മോൾ 4 ഡേറ്റ് ബേബീസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും IUGR, ഇൻട്രായൂട്രിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉള്ള ബേബി, അതായത് അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ ഗ്രോത്ത് വളരെ കുറഞ്ഞ് ജനിക്കുമ്പോൾ ലെസ് ദാൻ 2 കിലോഗ്രാം ഒക്കെ ആയി ഉള്ള ഒരു ബേബിയാണ്. ഈ കൺജനിറ്റൽ അനോമാലിസ് എന്നുള്ളത് നമുക്ക് പല കണ്ടീഷനിൽ വരാം. ഇപ്പൊ അമ്മയ്ക്ക് റുബല്ല ഉള്ള സമയത്ത് വരാം. അതായത് ജർമ്മൻ മീസിൽസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. റെഡ് റാഷ് നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് റുബല്ല. അപ്പൊ റുബല്ല ഉള്ള ആ ഒരു സമയത്ത്, പ്രഗ്നന്റ് സമയത്ത് അമ്മയ്ക്ക് ജർമ്മൻ മീസിൽസ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് കൺജനിറ്റൽ അനോമാലിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മീസിൽസ്, റൂബിയോള അഥവാ മീസിൽസ് എയർബോൺ ട്രാൻസ്മിഷൻ ഉള്ള ഡിസീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ്, സൈറ്റോമെഗലോസ് വൈറസ് എന്നുള്ളത് ലൈഫ് ലോങ് ആണ്. ഒരു പ്രാവശ്യം ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ ലൈഫ് ലോങ് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ ഹെപ്പറ്റൈറ്റിസ്, ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടി എന്നുള്ള ഒരു ഓർഗാനിസം ആണ് സാധാരണ ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടാക്കുന്നത്. അണ്ടർ കുക്ക്ഡ് മീറ്റ്, ഈ ഇറച്ചി മത്സ്യമാംസങ്ങളൊക്കെ ശരിയായിട്ട് പാചകം ചെയ്ത് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അസുഖമാണ്. അപ്പോ ഇതിന് അർത്ഥം നമുക്ക് സ്മോൾ 4 ഡേറ്റ് ബേബീസ് ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The nurse is assigned to a patient who has bacterial pneumonia and is under droplet precautions. Which personal protective equipment PPE will she or he wear to deliver the meal tray? സാധാരണ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് മാസ്ക് മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ ആൻസർ വന്നാൽ. പക്ഷെ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കണം. പേഷ്യന്റ് മീൽ ട്രേ ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഇപ്പോ IV ഇഞ്ചക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ IV ബോട്ടിൽ ചേഞ്ച് ചെയ്യാൻ വരുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക്
ഗ്ലൗസും കൂടെ വേണം. മീൽ ട്രേക്ക് ഗ്ലൗസ് വേണ്ട. അപ്പോ ഇൻഫ്ലുവൻസ പോലെയുള്ള അസുഖങ്ങളൊക്കെയാണ് ഡ്രോപ്ലെറ്റ് പ്രിക്വേഷൻ ഇൻഫെക്ഷൻ വഴി പകരുന്നത്. അതുപോലെ എയർബോൺ ട്രാൻസ്മിഷനുള്ള അസുഖങ്ങളാണ് മീസിൽസ്, ടി ബി, വെരിസെല്ല. മീസിൽസ്, ടി ബി, വെരിസെല്ല. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഐസൊലേഷൻ റൂം വേണം, N95 മാസ്ക് വേണം, റൂം ഒക്കെ ഓൾവേസ് ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഗൗൺ വേണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധാരാളം ആവശ്യമാണ് കേട്ടോ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ. സോ ഓൺലി മാസ്ക് ഈസ് നീഡഡ് ടു ഡെലിവർ ദ മീൽ ട്രേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യലി അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ബൈ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ വിത്ത് ആന്റിബോഡി ആണ്, ആന്റിബോഡി റെസ്പോൺസ് ആണ്. സോ റിക്കവറിംഗ് ഫ്രം എ ഡിസീസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. സോ നാച്ചുറൽ അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരുന്നത് റിക്കവറിംഗ് ഫ്രം എ ഡിസീസ് ആണ്, നാച്ചുറൽ അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. പാസീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്സ് ആഫ്റ്റർ യു റിസീവ് ആന്റിബോഡീസ് ഫ്രം സംവൺ ഓർ സംവെയർ എൽസ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. മറ്റുള്ള ഒരാളുടെ അടുത്തുനിന്ന് ആന്റിബോഡി നമ്മളിലേക്ക് വരികയാണെങ്കിൽ അതിനെ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതിനകത്ത് തന്നെ നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ആന്റിബോഡീസ് റിസീവ്ഡ് ഫ്രം മദർ, എക്സാമ്പിൾ ത്രൂ ബ്രസ്റ്റ് മിൽക്ക്. സോ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് ബ്രസ്റ്റ് മിൽക്കിന്റെ എക്സാമ്പിൾ, അങ്ങനെ പറയും. ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് ആന്റിബോഡീസ് റിസീവ്ഡ് ഫ്രം മെഡിസിൻ. ഓക്കെ. ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എക്സാമ്പിൾ ഫ്രം എ ഗാമ ഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ ഓർ ഇൻഫ്യൂഷൻ. അപ്പൊ ഇത് നിങ്ങൾ ഒരു പോസ് ചെയ്ത് വായിക്കുക. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോവിംഗ് വുഡ് നോട്ട് പ്രൊമോട്ട് ട്രസ്റ്റ് ഇൻ ദ നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്. ഇവിടെ വുഡ് നോട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. റിട്ടേണിംഗ് അറ്റ് ദ സ്റ്റേറ്റഡ് ടൈം, ഫുൾഫില്ലിംഗ് പ്രോമിസസ്, മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി, ഇതൊക്കെ അത്യാവശ്യമാണ്. എക്സാമിനിങ് എ വൂണ്ട് വിത്തൗട്ട് പ്രൊവൈഡിങ് പ്രൈവസി വിൽ നോട്ട് പ്രൊവൈഡ് ഓർ ട്രസ്റ്റ് നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ്. അപ്പൊ പേഷ്യന്റ് റൈറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ വളരെ റൈറ്റ് ടു റിസീവ് ട്രീറ്റ്മെന്റ്, റൈറ്റ് ടു നോ ദ ഡയഗ്നോസിസ്, റൈറ്റ് ടു നോ ദ ട്രീറ്റ്മെന്റ്, റൈറ്റ് ടു നോ ദ കൺസെന്റ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി, റൈറ്റ് ടു സീ ദ ഡോക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റ് റൈറ്റ്സ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റെഫ്രിജറേറ്റഡ് ബ്രസ്റ്റ് മിൽക്ക് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇഫ് ഇറ്റ് ഈസ് ബിയോണ്ട് 48 hours ആണ് കേട്ടോ. സോ റെഫ്രിജറേറ്റഡ് ബ്രസ്റ്റ് മിൽക്ക് റെഫ്രിജറേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ ഒരിക്കലും ഉപയോഗിക്കരുത്. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ 77 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് റൂമിലാണെങ്കിൽ. അത് 4 to 6 hours ആണ് റൂമിലാണെങ്കിൽ. ഈ ടെമ്പറേച്ചർ റൂമിലാണെങ്കിൽ 4ഉം 6ഉം ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4ലേക്ക് പോവുക കേട്ടോ, അല്ലെങ്കിൽ 4 to 6 hours ആണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. അതിന്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ലിവർ ബാക്ടീരിയ ദാറ്റ് ഫൗണ്ട് their way into portal circulation is destroyed by. പോർട്ടൽ സർക്കുലേഷനിൽ നടക്കുന്ന ബാക്ടീരിയ ഡിസ്ട്രോയ്ഡ് ചെയ്യുന്ന കുപ്ഫർ സെൽസ് ആണ്, കുപ്ഫർ സെൽസ് ആണ്. സോ ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് സെൽസ് ലൊക്കേറ്റഡ് ഇൻ ദ ലിവർ, റിമൂവ്ഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം ദ ലിവർ. അപ്പൊ ഇത്രയും ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കിയത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അന്ന് ചോദിച്ചത്, പക്ഷെ നമുക്ക് കൂടുതൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. Antitussives to reduce the cuff reflex action in the brain. So medulla is control cuff reflex. So antitussives acts cuff control center in the medulla. So to suppress the cuff action, to suppress the cuff reflex. So antitussives works to suppress the cuff reflex in medulla. So you may see the doctors are advising antitussives. Some side effects are there. Major side effects are drowsiness and dizziness, GI irritation, nausea, constipation, and respiratory depression. So that is all the side effects. So
some patients are restricted to advise antitussives, like patient on some type of antidepressants, and also post-op craniotomy patients. In this type of patients, restricted to give, contraindicated to give antitussives, and head injury clients. And drugs, two types of drugs are providing. One is opioids, and other one is non-opioids. Opioids drugs are codeine phosphate and codeine sulfate. Non-opioid drugs are dextromethorphan and diphenhydramine hydrochloride. So these are the drugs we are like antitussives drugs. Examples are opioids, non-opioids. Opioids includes codeine phosphate and codeine sulfate. Non-opioids include dextromethorphan and diphenhydramine hydrochloride. So nursing interventions on these drugs are: we should advise the patient to increase fluid intake. Increase the fluid intake because patient mostly get drowsiness and constipation. To decrease the constipation and drowsiness and GI irritation, we should increase the fluid intake of the patient. Patient side effects are especially mostly patients will get constipation and GI irritation. To reduce the constipation, we should increase the fluid intake of the patient. And adequate sleep adequate is must. And I already told previously, head injury patient should not administer the antitussives drugs, and avoid hazardous activities like long drive and use of machines to avoid, because some of these drugs will get a drowsiness. And avoid alcohol. So this is must, avoid alcohol. So intravenous heparin therapy is prescribed for a client with atrial fibrillation. While implementing this prescription, the nurse ensures that which medication is available on the nursing unit. Option: sulfate, potassium chloride, amino, caproic acid. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് IV തെറാപ്പി ഒരു പേഷ്യന്റിന് പോകുന്നുണ്ട്, ആട്രിയൽ AF ആണ് പേഷ്യന്റിന്. അപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നേഴ്സ് ഏത് മരുന്നാണ് നേഴ്സിംഗ് യൂണിറ്റിൽ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹെപ്പാരിൻ നമ്മൾ ഓർക്കുമ്പോൾ ഹെപ്പാരിന്റെ ആന്റിഡോട്ട് ഏതെന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് പ്രോട്ടാമിൻ സൾഫേറ്റ് നേഴ്സിംഗ് യൂണിറ്റിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് എന്തെങ്കിലും ഹെമറേജോ ബ്ലീഡിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രോട്ടാമിൻ സൾഫേറ്റ് വേണം. ഓക്കെ. അതുപോലെ ആന്റിഡോട്ട് ഓഫ് വാർഫാരിൻ തെറാപ്പി, വാർഫാരിന്റെ ആന്റിഡോട്ട് ആണ് വിറ്റാമിൻ കെ. Antidote of warfarin therapy, that is vitamin K. Amino caproic acid is the antidote of thrombolytic therapy. Thrombolytic therapyയുടെ ആന്റിഡോട്ട് ആണ്. അതായത് ഇപ്പോൾ ത്രോംബലൈസ് ചെയ്യില്ലേ, ത്രോംബലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ത്രോംബോക്കിനേസ്, സ്ട്രെപ്റ്റോക്കിനേസ് ഒക്കെ ചെയ്യില്ലേ നമ്മൾ സാധാരണ പേഷ്യന്റിന് MI ഒക്കെ ഉള്ള സമയത്ത് ത്രോംബലൈസ് ചെയ്യും. അപ്പൊ അതിന് ത്രോംബോലൈറ്റിക് ഏജൻസിന്റെ ആന്റിഡോട്ട് ആണ് അമിനോ കാപ്രോയിക് ആസിഡ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാർഡിയാക് എൻസൈംസ് നോക്കാം, സ്പെസിഫിക് കാർഡിയാക് എൻസൈംസ്. അപ്പൊ മോസ്റ്റ് സെൻസിറ്റീവ് കാർഡിയാക് എൻസൈംസ് അല്ലെങ്കിൽ മോസ്റ്റ് സ്പെസിഫിക് എന്നൊക്കെ ചോദിച്ചാൽ ട്രോപ്പോണിൻ ആണ്. അപ്പൊ ട്രോപ്പോണിൻ ആണ് മോസ്റ്റ് സെൻസിറ്റീവ് കാർഡിയാക് എൻസൈം. അതായത് നമുക്കറിയാം ഇത് കാർഡിയാക് മസിൽസിൽ മാത്രമുള്ള ഒരു എൻസൈം ആണ്. അപ്പൊ ട്രോപ്പോണിൻ I, ട്രോപ്പോണിൻ C, ട്രോപ്പോണിൻ T അങ്ങനെ 3 തരത്തിലുണ്ട്. ട്രോപ്പോണിൻ I ആണ് മോസ്റ്റ് സെൻസിറ്റീവ്. ട്രോപ്പോണിൻ I ഹാസ് ഹൈ അഫിനിറ്റി ഫോർ മയോകാർഡിയൽ ഇഞ്ചുറി.
മയോകാർഡിയൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ ട്രോപ്പോണിൻ ഐ പ്രൊഡ്യൂസ് ചെയ്യും. അത് റൈസ് ചെയ്യുന്നത് ട്രോപ്പോണിൻ ഐയുടെ കാര്യമാണ് പറയുന്നത്, റൈസ് ചെയ്യുന്നത് വിത്തിൻ 3 hours ആണ്. സോ ട്രോപ്പോണിൻ ഐ വിത്തിൻ 3 hours ആണ്. അത് മറക്കരുത്, ട്രോപ്പോണിൻ ഐ എപ്പോഴാണ്? വിത്തിൻ 3 hours ആണ്. സോ ട്രോപ്പോണിൻ ഐ വിത്തിൻ 3 hours ആണ് റൈസ് ചെയ്യുന്നത്. അത് 7 to 10 days വരെ പെർസിസ്റ്റ് ചെയ്യും, ബ്ലഡിൽ ഉണ്ടാവും. അപ്പോൾ ട്രോപ്പോണിൻ ഐ റൈസ് ചെയ്യുന്നത് വിത്തിൻ 3 hours ആണ്, ബ്ലഡിൽ 7 to 10 days ഉണ്ടാവും. നോർമൽ വാല്യൂ, ട്രോപ്പോണിൻ ഐയുടെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.35 നാനോഗ്രാം പെർ ml ആണ്. ഓർത്ത് വെക്കുക, ട്രോപ്പോണിൻ ഐയുടെ നോർമൽ വാല്യൂ ലെസ് ദാൻ 0.35 നാനോഗ്രാം പെർ ml. അത് മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് കേട്ടോ. സോ മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് ട്രോപ്പോണിൻ ഐയുടെ നോർമൽ വാല്യൂ. ട്രോപ്പ് ടി ഉണ്ട്. ട്രോപ്പ് ടി എന്ന് പറഞ്ഞാൽ അത് നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.1, ട്രോപ്പ് ടി ലെസ് ദാൻ 0.1 നാനോഗ്രാം പെർ ml ആണ്. സോ ട്രോപ്പ് ടി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.1 നാനോഗ്രാം പെർ ml ആണ്. അത് മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ്. മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ്. സോ ട്രോപ്പ് ടിയുടെ നോർമൽ വാല്യൂ പറഞ്ഞു. ഇതും റൈസ് ചെയ്യുന്നത് മയോകാർഡിയൽ ഇഞ്ചുറി ഉള്ളപ്പോഴാണ്. ഇപ്പൊ ട്രോപ്പ് ഐ പറഞ്ഞു, ട്രോപ്പ് ടി പറഞ്ഞു കേട്ടോ. ഇനി CKMB ക്രിയാറ്റിനിൻ കിനേസ് മയോഗ്ലോബിൻ ബൈൻഡിങ്. ഫുൾ ഫോം എന്താണ്? ക്രിയാറ്റിനിൻ കിനേസ് മയോഗ്ലോബിൻ ബൈൻഡിങ്. ക്രിയാറ്റിനിൻ കിനേസ് മയോഗ്ലോബിൻ ബൈൻഡിങ്. സോ ക്രിയാറ്റിനിൻ കിനേസ് മയോഗ്ലോബിൻ, മൈക്രോഗ്ലോബിൻ എന്നുള്ള ഞാൻ പറഞ്ഞത് മയോഗ്ലോബിൻ ആണ്. മയോഗ്ലോബിൻ ബൈൻഡിങ്. അപ്പൊ റൈസ് വിത്തിൻ 3 to 6 hours. അപ്പോൾ അത് ബ്ലഡിൽ വരുന്നത് 3 to 6 hours-ലാണ് കേട്ടോ. 3 to 6 hours-ലാണ്. അങ്ങനെയൊക്കെ ചോദിക്കാം, ക്വസ്റ്റ്യൻ ഏത് രീതിയിലും ചോദിക്കാം. പീക്ക് ചെയ്യുന്നത് 18 hours-ലാണ്. പീക്ക് ചെയ്യുന്നത് 18 hours-ലാണ്. അപ്പോൾ വിത്തിൻ 3 hours റൈസ് ചെയ്യുന്നത് ട്രോപ്പോണിൻ ഐ ആണ്. 3 to 6 hours-ലാണെങ്കിൽ അത് ക്രിയാറ്റിനിൻ കിനേസ്, മയോഗ്ലോബിൻ അല്ല, ക്രിയാറ്റിനിൻ CKMB ആണ്. 3 to 6 hours. പീക്ക് വരുന്നത് 18 hours-ലാണ്. നോർമൽ CKMB എത്രയാണ്? നോർമൽ CKMB നോർമൽ എത്രയാണ്? 2 to 6 നാനോഗ്രാം പെർ ml മെയിലാണ്. സോ 2 to 6 നാനോഗ്രാം പെർ ml. 2 to 5 നാനോഗ്രാം പെർ ml, that is female. ഓക്കെ, CKMB നോർമൽ വാല്യൂ 2 to 6 നാനോഗ്രാം പെർ ml മെയിൽ, 2 to 5 നാനോഗ്രാം പെർ ml ഫീമെയിൽ. ഇനി പെട്ടെന്ന് ഉയരുന്നത്, മയോകാർഡിയൽ ഇഞ്ചുറി വന്നാൽ പെട്ടെന്ന് നമുക്ക് ബ്ലഡിൽ വരുന്നത് മയോഗ്ലോബിൻ ആണ്. സോ വിച്ച് എൻസൈം ഈസ് റൈസ് റാപ്പിഡ്ലി ആഫ്റ്റർ മയോകാർഡിയൽ ഇഞ്ചുറി എന്ന് വെച്ചാൽ മയോഗ്ലോബിൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ കാർഡിയാക് ഓർ സ്കെലിറ്റൽ മസിൽസ്. അപ്പൊ കാർഡിയാക് മസിൽസിൽ മാത്രമല്ല, സ്കെലിറ്റൽ മസിൽസിലും ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് റിലയബിൾ അല്ല. നമുക്കിപ്പോൾ മയോഗ്ലോബിൻ ചെക്ക് ചെയ്താൽ കാർഡിയാക് ഇഞ്ചുറി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. റൈസ് വിത്തിൻ 2 hours ആഫ്റ്റർ സെൽ ഡെത്ത്. റൈസ് വിത്തിൻ 2 hours. പെട്ടെന്ന് വരുന്ന ഏതാന്ന് ചോദിച്ചാൽ മയോഗ്ലോബിൻ ആണ്, പക്ഷെ ഒട്ടും റിലയബിൾ അല്ല. പെട്ടെന്ന് വരുന്ന മയോകാർഡിയൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന എൻസൈം ഏതാന്ന് ചോദിച്ചാൽ മയോഗ്ലോബിൻ ആണ്, പക്ഷെ ഒട്ടും റിലയബിൾ അല്ല. ഡിക്ലൈൻ റാപ്പിഡ്ലി ആഫ്റ്റർ 7 hours. പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യും, 7 hours കുറയുകയും ചെയ്യും. സോ പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് കുറയുകയും ചെയ്യുന്ന ഏതെന്ന് ചോദിച്ചാൽ മയോഗ്ലോബിൻ ആണ്. ഓക്കെ, നോട്ട് കാർഡിയാക് സ്പെസിഫിക്. നോട്ട് കാർഡിയാക് സ്പെസിഫിക്. കാർഡിയാക് സ്പെസിഫിക് അല്ല, നോട്ട് കാർഡിയാക് സ്പെസിഫിക്. ഇനി മറ്റൊരു പിന്നെ എൻസൈമാണ് ഹോമോസിസ്റ്റിൻ. HOMOCYSTEIN. ഹോമോസിസ്റ്റിൻ. എലവേറ്റ് ലെവൽ മേ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് CVD. CVD കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നോർമൽ ഹോമോസിസ്റ്റിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 4.5 to 11.9. 4.5 to 11.9 മൈക്രോമോൾ പെർ ലിറ്റർ ആണ്. ഹോമോസിസ്റ്റിൻ CVD കാരണമാകുന്നു. നോർമൽ 4.5 to 11.9 മൈക്രോമോൾ പെർ ലിറ്റർ. ഇനി മൈക്രോ ആൽബുമിനീമിയ, സ്മോൾ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ യൂറിൻ. ഇതിലൊരു സ്മോൾ എമൗണ്ട് പ്രോട്ടീൻ യൂറിനിൽ കാണുകയാണെങ്കിൽ
മാർക്കർ ഫോർ ദ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ. എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷന് കാരണമാകാം. സ്മോൾ എമൗണ്ട് ഓഫ് മൈക്രോ ആൽബുമിനീമിയ ഇൻ യൂറിൻ മേ കോസ് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ. അപ്പൊ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷന് കാരണമാകാം. നമുക്കതൊരു ഡയഗ്നോസ് ആയിട്ട് എടുക്കാം. യൂറിനിൽ മൈക്രോ ആൽബുമിൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഡ്യൂ ടു എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.